ഹലോ ഗേസ്, ഈ സ്പോർട്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ BGS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ സെമി ഫൈനൽസ് വീക്ക് 2 ഡേ 3 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ കംബാക്കുകളും അണ്ടർഡോഗ് ടീമുകളുടെ ഒരു ഡോമിനേഷനാണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ഫോർ എവർ റെഡ് റോസിൻ്റെ ഒരു കംബാക്ക് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ലാസ്റ്റ് 8 ബിറ്റിനൊക്കെ തീർത്തുകൊണ്ട് 19 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് ഫോർ എവർ അവിടെ സ്വന്തമാക്കിയത്. ഫീനിക്സ് എയും ലൂസിഫർ 7 സോളോ ഫിനിഷസുകളും ടീമിന് വേണ്ടി സ്വന്തമാക്കി. ഈ ഒരു ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് തന്നെ ടീമിൻ്റെ ഒരു വമ്പൻ കംബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് ഫീനിക്സ് ഈ സ്പോർട്സും ഇവിടെ 13 ഫിനിഷ് പോയിന്റോടുകൂടി 14 പോയിന്റ് സ്വന്തമാക്കി. ആൻഡ് മാച്ച് 2 മെഡൽ ഈ സ്പോർട്സിൻ്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ഫോർ എവറിനൊക്കെ തീർത്തുകൊണ്ടായിരുന്നു മെഡൽ ഈ സ്പോർട്സിൻ്റെ ആ ഒരു 16 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ. ലെജിറ്റ് അവിടെ 7 ഫിനിഷസ് സ്വന്തമാക്കി. ഈ ഒരു ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് തന്നെ ലാൻഡ് ഫൈനൽസിലേക്കുള്ള ആ ഒരു ടിക്കറ്റും അവർ ഉറപ്പ് വരുത്താണ് ചെയ്തത്. ആ ലെവലിലുള്ള പെർഫോമൻസ് തന്നെ മെഡൽ ഈ സ്പോർട്സിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് മാച്ച് 3 ഹേഡീസിൻ്റെ വക 6 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കി. ലാസ്റ്റ് വസിഷ്ഠ ഈ സ്പോർട്സ് തീർത്തുകൊണ്ടായിരുന്നു 16 പോയിന്റ് എഡീസ് സ്വന്തമാക്കിയത്. വസിഷ്ഠ സ്പോർട്സ് ഇവിടെ 11 പോയിന്റും സ്വന്തമാക്കിയാൻ മാച്ച് 4 ഫീനിക്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് കംബാക്ക് ചിക്കണിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് സോണിൽ RNTXനെ തീർത്തുകൊണ്ട് 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കണിനാണ് ഫീനിക്സ് സ്പോർട്സ് അവിടെ സ്വന്തമാക്കിയത്. RNTX ഇവിടെ 10 ഫിനിഷ് പോയിന്റ് അടക്കം 16 പോയിന്റും സ്വന്തമാക്കിയാൻ മാച്ച് 5 വീണ്ടും ടീം എഡീസിൻ്റെ ആ ഒരു സെക്കൻഡ് ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എൻഡ് സോണിലേക്ക് എത്തിയപ്പോഴേക്കും ലിഗ്ദ വേഴ്സസ് സോൾ ഫൈറ്റിൻ്റെ ഇടയിൽ കൂടെ തേർഡ് പാർട്ടി ചെയ്യുകയും ലാസ്റ്റ് സോളിനെ തീർത്തുകൊണ്ട് ഹേഡീസ് 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയാൻ സോൾ ഇവിടെ 12 ഫിനിഷ് പോയിന്റ് അടക്കം 18 പോയിന്റും ലിഖിത ഇവിടെ 11 ഫിനിഷ് പോയിന്റ് അടക്കം 16 പോയിന്റും സോളിൻ്റെയും ലിഖിതയുടെയും ഒരു മഷ്നയുടെ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് ലാസ്റ്റ് മാച്ചിലേക്ക് വരികയാണെങ്കിൽ റൈഡർ ഈ സ്പോർട്സിൻ്റെ ഒരു ഡോമിനേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ടീം അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടാണ് ലാസ്റ്റ് ടീം തമിഴാസിനെ തീർത്തുകൊണ്ട് 20 ഫിനിഷസോട് കൂടിയുള്ള ഒരു 30 ബമ്പ് പെർഫോമൻസ് ആണ് റൈഡർ ഈ സ്പോർട്സ് ആ ഒരു ലാസ്റ്റ് മാച്ചിൽ കാഴ്ചവെച്ചത്. അങ്ങനെ ഡേ 3 അവസാനിച്ചപ്പോൾ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദീർഘദൂരം മുന്നിലോട്ട് എത്തിക്കൊണ്ട് മെഡൽ ഈ സ്പോർട്സ് ആ ഒരു ആഷ് 1 പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ഇന്നലെ 51 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 143 പോയിന്റുമായിട്ടാണ് മെഡൽ ഈ സ്പോർട്സ് ആ ഒരു ആഷ് 1ൽ നിൽക്കുന്നത്. എന്തായാലും അവർ ഉറപ്പായും ക്വാളിഫൈ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് നിൽക്കുന്ന ഫോർ എവർ വേറെ ലെവൽ കംബാക്കാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഇന്നലെ 51 പോയിന്റ് അവർ സ്വന്തമാക്കി. അങ്ങനെ 11ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ടീമാണ് 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള 95 പോയിന്റുമായിട്ട്. ആഷ് 1ഉം ആഷ് 2ഉം തമ്മിൽ ഏകദേശം 51 പോയിന്റിൻ്റെ മാറ്റങ്ങൾ, 48-51 പോയിന്റിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു ഡോമിനേഷനാണ് മെഡൽ ഈ സ്പോർട്സും കാഴ്ചവെച്ചത്. ആൻഡ് എഡീസിൻ്റെയും കംബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇന്നലെ 45 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 15ാം സ്ഥാനത്ത് നിന്നാണ് 3ാം സ്ഥാനത്തേക്ക് ടീം എത്തിയിട്ടുള്ള 84 പോയിന്റ്. ടോപ്പ് 3യിൽ നിൽക്കുന്ന ഇതിൽ 2 ടീമുകളും റേസിംഗ് സ്റ്റാർ ടീമുകളാണ് നിങ്ങൾ നോക്കേണ്ട. 5ാം സ്ഥാനത്ത് സോള് നിൽക്കുന്നുണ്ട് 82 പോയിന്റോട്. ഒരു ആവറേജ് ലെവൽ പെർഫോമൻസ് ആയിരുന്നു സോളിൻ്റെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് ഫീനിക്സ് ഈ സ്പോർട്സും നല്ലൊരു കംബാക്ക് കാഴ്ചവെച്ചു. ഇന്നലെ 41 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 12ാം സ്ഥാനത്ത് നിന്നും 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 82 പോയിന്റായിട്ട്. പക്ഷേ നോണക്സിന് ഇന്നലെ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. ഡാറ്റകൾ നിങ്ങൾക്കറിയാം 30 ബമ്പ് പെർഫോമൻസ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ 4 മാച്ചിൽ വെറും 10 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. 79 പോയിന്റോടെ 7ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നോണക്സ് പുറത്താവുന്നതായിരിക്കും. ഇനിയും ഏകദേശം 21, 22 അല്ലെങ്കിൽ ഒരു 30 റേഞ്ചിൽ പോയിന്റ്സ് ആവശ്യമുണ്ട്. ആ ലെവലിൽ തന്നെ നോണക്സ് കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലിഖിത ഈ സ്പോർട്സും ഇന്നലെ ഒരു ചെറിയ കംബാക്ക് കാഴ്ചവെച്ച് ആൾമോസ്റ്റ് 16ാം സ്ഥാനത്ത് നിന്ന് 8ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 77 പോയിന്റുമായിട്ട്. കട്ട് ഓഫ് ഏകദേശം 100, 105 ആ ഒരു റേഞ്ചിലാണ് വരാനുള്ള ചാൻസ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ എത്തിയാൽ മാത്രമേ ടീമുകൾക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ജെനിസസ് ഈ സ്പോർട്സ് വെറും 12 പോയിന്റാണ് ഇന്നലെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചത്. 6ാം സ്ഥാനത്തും 13ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് 67 പോയിന്റായിട്ട്. അതിൻ്റെ ഒഫീഷ്യൽ ചാമ്പ്യന്മാർ RNTX 57 പോയിന്റായിട്ട് 16ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവരെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ബാക്ക് ടു ബാക്ക് ഒഫീഷ്യൽ ചാമ്പ്യന്മാരാണ്. ഇത്തവണ ഫൈനൽസിലേക്ക് പോലും എത്തില്ല എന്നുള്ള ഡൗട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഒരു കംബാക്ക് ചിലപ്പോൾ ഇന്ന് ഉണ്ടായേക്കാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് മാച്ചുകളാണ് ഇന്നാണ് ലാസ്റ്റ് ഡേ വരുന്ന. ടോപ്പ് 8 ടീമുകളാണ് ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ആരൊക്കെ ക്വാളിഫൈ ആകാൻ നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ അടുത്തൊരു ഇൻഫോ നമ്മളുടെ ബ്ലൈൻഡ് ഈ സ്പോർട്സ് ഇതാ ഒരു വമ്പൻ കംബാക്ക് നടത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ BGMAയിലല്ല. BGMAയിൽ നിങ്ങൾക്കറിയാം ടീം ആൾറെഡി ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. കറൻ്റ് ലൈനപ്പോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇന്ത്യയിലെ പുതിയ ഗെയിമായുള്ള ഇൻഡസ് ബാറ്റിൽ റോയൽ ഇതാ ബ്ലൈൻഡ് ഈ സ്പോർട്സിൻ്റെ ഒരു ഡോമിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻഡസ് ബാറ്റിൽ റോയലിൻ്റെ ഇൻഡസ് ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ്
പവർ പ്ലേ 25 ലക്ഷം രൂപ വരുന്ന ആ ഒരു ഇവന്റിൽ നമ്മളെ ബ്ലൈൻഡ് സ്പോർട്സ് ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. ആ ഒരു സെമി ഫൈനൽസിൽ ആഷ് 4ൽ 93 പോയിന്റുമായിട്ട് ആഷ് 4 പൊസിഷനിൽ എത്തിക്കൊണ്ടാണ് ബ്ലൈൻഡ് സ്പോർട്സ് ആ ഒരു ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. ഈ ഒരു പവർ പ്ലേ ഇവന്റ് ലാൻഡ് ഫൈനൽസ് ആയിട്ട് നടത്തുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കും. മാർക്കോസ് ഗെയിമിംഗ് ആയിരുന്നു സെമി ഫൈനൽസിൽ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ചെറിയ T1 ടീമുകളൊക്കെ അല്ലെങ്കിൽ T1 ഓർഗുകളൊക്കെ ഈ ഒരു ഇൻഡസിന്റെ ലൈനപ്പ് ആൾറെഡി അനൗൺസ് ചെയ്ത് ഇതിൽ കളിക്കുന്നുണ്ട്. സെമി ഫൈനൽസിൽ നിന്നും ടോപ്പ് 10 ടീമുകളും അതേപോലെ പ്ലേഓഫ്സിൽ നിന്നും 5 ടീമുകൾ, അങ്ങനെ 15 ടീമുകളാണ് ഈ ഒരു പവർ പ്ലേയുടെ ലാൻഡ് ഫൈനൽസ് കളിക്കാൻ പോകുന്നത്. അതിൽ നിന്നും ടോപ്പ് 8 എത്തുന്ന ടീമുകൾക്കാണ് മെയിൻ ഇന്റർനാഷണൽ ഇവന്റിലേക്ക് ക്വാളിഫൈ ആവാനുള്ള ചാൻസ് കിട്ടുന്നത്. അതും ഇന്ത്യയിൽ വെച്ചിട്ടാണ്. 2 കോടി രൂപയാണ് അതിന്റെ പ്രൈസ് പൂളും വരുന്നത്. നമുക്ക് നോക്കാം ബ്ലൈൻഡ് സ്പോർട്സിന്റെ ആ ഒരു വമ്പൻ തിരിച്ചുവരവ് ഇൻഡസിലൂടെ ഉണ്ടാവുമോ എന്നുള്ള. ആൻഡ് BGMAയുടെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ എന്തായാലും കറന്റ് ബ്ലൈൻഡ് സ്പോർട്സിന് BGMA ലൈനപ്പോ കാര്യങ്ങളൊന്നുമില്ല. മേ ബി കുറച്ച് ദിവസങ്ങളിൽ ശേഷം അല്ലെങ്കിൽ കുറച്ച് ഇവന്റുകൾക്ക് ശേഷം മേ ബി ചിലപ്പോൾ ബ്ലൈൻഡ് സ്പോർട്സ് തിരിച്ചു വന്നേക്കാം. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ഇൻഡസിന്റെ പവർ പ്ലേ സെമി ഫൈനൽസിൽ തന്നെ 2 ടീമുകളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. 2 T1 ലെവലിൽ നിൽക്കുന്ന FSC സ്പോർട്സിനെയും Gen XFMനെയും ആണ് ഈ ഒരു ഇവന്റിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്ത്. ഈ 2 ടീമിലും കളിച്ച പ്ലേയേഴ്സിന് ഫുള്ളി ബാൻ കിട്ടിയിരിക്കുകയാണ്. ഇനി ഇൻഡസിന്റെ ഒഫീഷ്യൽ ഇവന്റുകളൊന്നും ഈ 2 ടീമിലെയും പ്ലേയേഴ്സിന് കളിക്കാനായിട്ട് സാധിക്കില്ല. റീസൺ എന്ന് പറയുന്നത് ടീം അപ്പ് അലിഗേഷൻ ഉണ്ടായിരുന്നു. അത് ഒഫീഷ്യൽസ് ഫുള്ളി ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഒഫീഷ്യൽ ഈ ഒരു അനൗൺസ്മെന്റ് പുറത്തു വിട്ടിട്ടുള്ളത്. 2 ടീമുകളെയും ഡിസ്ക്വാളിഫൈ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് ബൈ ഗൈസ്.